ഹിന്ദിയിലെ മേര മേരെ മേരി ഉപയോഗിച്ച് സംസാരിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മൾ എൻ്റെ പറയുമല്ലോ. ഏതെങ്കിലും സാധനം, സാധനങ്ങൾ, അല്ലെങ്കിൽ ശരീര അവയവങ്ങൾ, അല്ലെങ്കിൽ ബന്ധങ്ങൾ, ഇവയൊക്കെ എൻ്റെയാണ് എന്ന് പറയുമ്പോൾ ഇതുപോലെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത് എന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് എൻ്റേതാണ് എന്ന് ഹിന്ദിയിൽ പറയുമ്പോൾ അത് വഹ് മേരാ ഹെ എന്നാണ്. അടുത്തുള്ളതാണെങ്കിൽ ഇത് യഹ് യഹു മേരാ ഹെ. വഹു മേരാ ഹെ അതെൻ്റേതാണ്. യഹു മേരാ ഹെ ഇതെൻ്റേതാണ്. വഹു മേരാ ഹെ അതെൻ്റേതാണ്. യഹു മേരാ ഹെ ഇതെൻ്റെ. അടുത്തുള്ളതാണെങ്കിൽ യഹ്, ദൂരത്തുള്ളതാണെങ്കിൽ വഹ്. ഒന്നിൽ കൂടുതലാണെങ്കിൽ യഹ് സബ് അല്ലെങ്കിൽ യേ സബി പറയാം. യേ സബ് ഇതെല്ലാം, വേ സബ് അതെല്ലാം, അല്ലെങ്കിൽ യേ സബി വേ സബി, യഹ് സബി വഹ് സബി. ചില സ്ഥലങ്ങളിൽ ചുരുക്കത്തിൽ യേ വേ എന്നു മാത്രം പറയും. യേ മേരാ ഹെ വേ മേരാ ഹെ. ഇതെൻ്റെ കൂട്ടുകാരനാണ്, കൂട്ടുകാരന് ദോസ്ത്, യഹു മേരാ ദോസ്ത് ഹെ അല്ലെങ്കിൽ വഹു മേരാ ദോസ്ത് ഹെ. ദൂരെ നിൽക്കുകയാണെങ്കിൽ വഹ്, അടുത്താണെങ്കിൽ യഹ്. ഈ പുസ്തകങ്ങളെല്ലാം എൻ്റേതാണ്. യേ സബ് കിതാബേ, യേ സബ് മേരാ കിതാബ് ഹെ. പുസ്തകങ്ങൾ ദൂരത്താണെങ്കിലോ വേ സബ് മേരാ കിതാബേ ഹെ. കിതാബ് അല്ലെങ്കിൽ കിതാബേ. എൻ്റെ സഹോദരൻ ഒരു അധ്യാപകനാണ്. സഹോദരന് ഭായി. മേരാ ഭായി ഏക് അധ്യാപക് ഹെ. എൻ്റെ വീട്ടിൽ ആരുമില്ല. വീടിന് ഘർ, ആരുമില്ല. കോയി നഹി. മേരാ ഘർ മേ കോയി നഹി അല്ലെ ഘർ പേ കോയി നഹി എന്നും പറയാറുണ്ട്. ഇനിയും കൈക്കൊരു പരുക്ക് പറ്റിയാൽ കൈക്ക് ഹാത്ത്, പരുക്കിന് ചോട്ട്. മേര ഹാത്ത് മേ അല്ലെങ്കിൽ മേര ഹാത്ത് പേ ചോട്ട് ലഗി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സ്വന്തമായിരിക്കുന്ന സാധനങ്ങൾ, അവയവങ്ങൾ, അല്ലെങ്കിൽ ബന്ധങ്ങൾ, ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്നുള്ള വാക്കിന് തുല്യമായ മേര, ഹിന്ദിയിലെ മേര ചേർത്ത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ചില ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഇനി വീട്ടിലൊരു പൂച്ച ഉണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട്. മേരാ ഘർ മേ ഏക് ബില്ലി ഹെ. പൂച്ചയ്ക്ക് ബില്ലി. പശുവാണെങ്കിൽ പശുവിന് ഗായ്. മേരാ ഘർ പേ ഏക് പശു. പശുവാണെങ്കിൽ പശുവിന് ഗായ്. മേരാ പാസ് ഏക് റുപ്പേ ഹെ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 1 രൂപ ഉണ്ട് എന്നാണ്. അപ്പോൾ മലയാളത്തിലെ എൻ്റെ എന്ന വാക്കിന് തുല്യമായി നിൽക്കുന്ന ഹിന്ദിയിലെ മേരാ മേരെ മേരി ഉചിതമാവണ്ണം നമുക്ക് സംസാരത്തിൽ ഉപയോഗിക്കാം.